നമസ്കാരം. ഉത്തര മലബാറിലെ ഒരു പ്രധാനപ്പെട്ട പാർലമെൻറ്റ് മണ്ഡലമാണ് വയനാട്. ഈ വയനാട്ടിലെ ഫലത്തിൻ്റെ കാര്യത്തിൽ ആർക്കും വലിയൊരു ആകാംക്ഷയൊന്നുമില്ല. അവിടെ വിജയിക്കുക രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും എന്നുറപ്പാണ്. രാഹുൽ ഗാന്ധി അല്ല, ഇനി അത് കോൺഗ്രസ്സിലെ ആരായാൽ പോരും ഈ താഴെ തട്ടിലുള്ള പാലോട് രവിയെ കൊണ്ട് നിർത്തിയാലും അങ്ങ് ജയിച്ചു കയറും. പണ്ട് AK ആൻ്റണി തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സിലെ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും ജയിക്കുന്ന ചില ഇടങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ വയനാട്. അതുകൊണ്ടാണല്ലോ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇനി നിൽക്കാനിടമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി കുറ്റിയും പറിച്ചുകൊണ്ട് നേരെ വന്നത് എവിടെയാണ്? വയനാടാണ്. സേഫാണ്. 2019 വരുമ്പോൾ വലിയൊരു ആവേശവും ബഹളവും ഒക്കെയാണ്. അന്ന് കേരളത്തിലെ കുറേ ജനങ്ങൾ വിചാരിച്ചത് ഇപ്പം പ്രധാനമന്ത്രി ആയി കഴിയും പപ്പുമോനെന്ന്. എവിടെ? അങ്ങനെ 19 സീറ്റും കേരളത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇത്തവണയും വന്നിട്ടുണ്ട് മത്സരിക്കാൻ. ഈ 19 മുതൽ 24 എന്തെല്ലാം സംഭവങ്ങൾ വയനാട്ടിൽ ഉണ്ടായി. അവിടെയൊന്നും ആ സമയത്ത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ പപ്പുമോൻ അവിടെ ഉണ്ടായിരുന്നില്ല. SFI പിള്ളേരോ DYFIക്കാരും ഒക്കെ അവിടെ വാഴ വെക്കുകയും ചെയ്തു കസേരയിൽ. മിക്കവാറും ഇത്തവണ വാഴയല്ല ചേനയും ഒക്കെ തന്നെ വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 19 കിട്ടിയ ഭൂരിപക്ഷം 24 കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് K സുരേന്ദ്രൻ പ്രധാന എതിരാളിയാണ് എന്ന് വിചാരിച്ചൊന്നുമല്ല. അത് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ്. അന്ന് വലിയൊരു ആവേശത്തോടുകൂടി വയനാട്ടിലെ ജനങ്ങളൊക്കെ പോയി വോട്ട് ചെയ്തു. ഞങ്ങളുടെ നാട്ടിലുള്ള ഈ കോൺഗ്രസ് പുങ്കവനായിരിക്കും പ്രധാനമന്ത്രിയായി വരുന്നതെന്നൊക്കെ കരുതിപ്പോയി ആവേശത്തോടു കൂടി പോയി വോട്ട് ചെയ്താണ് 4 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അങ്ങ് ജയിച്ചു പോയത്. ഈ സുരേന്ദ്രനെ എന്തിനു വേണ്ടിയാണ് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ആനി രാജയെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ആനി രാജയെ പോലുള്ളവർ അല്ലെങ്കിൽ ഒക്കെ തന്നെ ചെയ്യുന്ന എന്താണ്? രാഹുൽ ഗാന്ധിക്കാണ് അവിടെ സപ്പോർട്ട് കൊടുക്കുന്നത്. ഈ സീതാറാം യെച്ചൂരിയോ അല്ലെങ്കിൽ D രാജയോ അവിടെ വയനാട്ടിൽ വന്ന് പ്രസംഗിക്കൂ ആനി രാജയ്ക്ക് വേണ്ടിയിട്ട്? ഈ സീതാറാം യെച്ചൂരി എവിടെയാണ്? അദ്ദേഹം CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആണെങ്കിൽ പോലും സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനാണ്. അറിയാമോ? അവിടെ സോണിയാഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് സോണിയാഗാന്ധിക്ക് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഇവർ എന്ത് തരത്തിലാണ് ദേശീയ തലത്തിൽ ഒന്നിച്ച് നിൽക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അവിടെ ഒന്നിച്ച് ഇവിടെ വന്ന് എതിർത്ത് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും 2019 ജയിച്ച പ്രധാനമന്ത്രി എന്ന് വയനാട്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുമ്പോൾ ജനങ്ങളാകെ പറഞ്ഞു. രാഹുലിൻ്റെ വരവങ്ങനെ കേരളത്തിലെ മറ്റ് 19 മണ്ഡലങ്ങളിലും ആളിപ്പടർന്നു. പിന്നെ ഒരു കനൽത്തരി ആലപ്പുഴയിൽ മാത്രം കിടപ്പുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ NDAക്ക് ഭൂരിപക്ഷം. വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ വയനാട്ടിൽ രാഹുൽ വീണ്ടും മത്സരിക്കുമ്പോഴും രാജ്യം ഉറ്റുനോക്കുകയാണ്. NDAക്കെതിരെ ഒരുമിച്ച് പോരാടുന്ന ഇന്ത്യ മുന്നണിയിലെ 2 പ്രമുഖ നേതാക്കൾ വയനാട്ടിൽ പരസ്പരം പോരടിച്ച് മത്സരിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾക്ക് തന്നെ വലിയ വിശേഷമാണ്. ഈ വൈരുദ്ധ്യമാണ് NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ K സുരേന്ദ്രൻ ശരിക്കും വിനിയോഗിക്കുന്നതും. മണ്ഡലത്തിൽ ആദ്യം പ്രചാരണത്തിന് തുടക്കമിട്ടത് ഇടത് സ്ഥാനാർത്ഥി ആനി രാജയായിരുന്നു. BJP ആണോ ഇടതുപക്ഷമാണോ മുഖ്യ എതിരാളിയെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നാണ് ആനി രാജ വോട്ടർമാരോട് പറയുന്നത്. BJP ആണ് മുഖ്യ ശത്രുവെങ്കിൽ ആ പാർട്ടിക്ക് തീരെ ശക്തിയില്ലാത്ത വയനാട്ടിൽ രാഹുൽ എന്തിനു മത്സരിക്കുന്നു? അതിന് അമേഠിയിലും മറ്റിടങ്ങളിലും രാഹുലിന് അവസരമുണ്ടായിരുന്നു. എങ്ങനെയും പാർലമെന്റിൽ കയറിക്കൂടുകയാണ് ലക്ഷ്യം. ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും വയനാട്ടുകാർ വിജയിപ്പിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു. പക്ഷേ ഇത്തവണ ആ വിചാരത്തിന് തിരിച്ചടി കിട്ടുമെന്നാണ് ആനി രാജയുടെ പക്ഷം. UDFൻ്റെ സ്ഥാനാർത്ഥിയായി രാഹുലിൻ്റെ പേര് ഉറപ്പിച്ചത് തന്നെ വൈകിയാണ്. 1 മാസം കഴിഞ്ഞാണ് രാഹുലിന് സ്വന്തം മണ്ഡലത്തിൽ എത്താൻ കഴിഞ്ഞത്. ഈ കുറവ് കണക്കിലെടുത്ത് രാഹുലിന് വേണ്ടി ജില്ലാ സംസ്ഥാന ദേശീയ നേതാക്കളാണ് വീടുകൾ കയറി ഇറങ്ങുന്നത്. മണ്ഡലത്തിൽ വളരെ കുറച്ച് മാത്രം എത്തിയ വ്യക്തിയാണെന്നാണ് രാഹുലിനെതിരെ പ്രധാന ആക്ഷേപം. വന്യമൃഗശല്യം ഉണ്ടായപ്പോഴും പ്രളയക്കെടുതി ഉണ്ടായപ്പോഴും ഇടപെടലുകൾ വേണ്ടത്ര ഉണ്ടായില്ലെന്നും പറയുന്നു. എന്നാൽ ഇതിനൊക്കെ എണ്ണി രാഹുലും UDFും മറുപടിയും പറയുന്നുണ്ട്. 2009 വയനാട് ലോക്സഭാ മണ്ഡലം രൂപം കൊള്ളുന്നത്. അന്ന് മുതൽ മണ്ഡലം UDFിനൊപ്പമാണ്.
ആദ്യ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ ഉയർന്ന ഭൂരിപക്ഷമായ 1,53,439 വോട്ട് നേടി MI ഷാനവാസ് വിജയിച്ചു. 2014 ഷാനവാസിൻ്റെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു, 20,879 കോൺഗ്രസിനൊപ്പം ലീഗിനും ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ആഞ്ഞു പിടിച്ചാൽ മണ്ഡലം ഇടതുമുന്നണിയുടെ കയ്യിലിരിക്കും. ആനി രാജയെപ്പോലെ കരുത്തയായൊരു ദേശീയ നേതാവിനെ വയനാട്ടിൽ ഇടതുമുന്നണി അവതരിപ്പിച്ചത് ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണോ എന്ന് സംശയമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ആനി രാജ ഇവിടെ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞ് രാഹുൽ ഗാന്ധി എങ്ങാനും തോറ്റുപോയാൽ, ഇവിടെ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നെ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലല്ലോ. പിന്നെ എവിടെ പോയി മത്സരിക്കും? ആകെ ഇന്ത്യയിൽ ഒരിടം മാത്രം ഉണ്ടായിരുന്നത് വയനാട്ടിൽ മാത്രമാണ്. അവിടെയും കൂടെ തോറ്റു കഴിഞ്ഞാലോ? അപ്പോൾ ആനി രാജ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുമോ? MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പൂർണ്ണ പരാജയമാണെന്നാണ് ഇടത് പ്രചരണം. മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല. മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നന്നേ കുറവായിരുന്നു. ആദ്യ തവണ ലഭിച്ച ദേശീയ നേതാവെന്ന പരിവേഷവും പിന്തുണയെ ഇനി കിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിക്കും. സ്ത്രീകൾക്കും ആദിവാസികൾക്കും ദളിതർക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ നടത്തിയ സമരങ്ങൾ ആനി രാജയ്ക്ക് മുതൽക്കൂട്ടാക്കാനും ഇടതുമുന്നണി പരിശ്രമിക്കുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കളത്തിലിറങ്ങിയതോടെ വോട്ട് ശതമാനം കാര്യമായി വർദ്ധിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. സുരേന്ദ്രന് അധികമായി പിടിക്കുന്ന വോട്ടുകൾ രാഹുലിൻ്റെ ഭൂരിപക്ഷത്തെ കാര്യമായി ബാധിക്കും. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ വയനാട്ടിൽ നിർണായകമാണ്. ഇത് 41% വരും. 13% ക്രിസ്ത്യൻ വോട്ടുണ്ട്. ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഹിന്ദു വിഭാഗങ്ങളാണ് ബാക്കി. സംഘടിത ന്യൂനപക്ഷ സമുദായ വോട്ടുകളാണ് ഭൂരിപക്ഷം നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകം.